പ്രിയദർശിനി ബസ്സുകൾ നിറഞ്ഞു കവിഞ്ഞു. അമിത തിരക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. KSRTCയിൽ സൗജന്യ യാത്രയ്ക്കെത്തുന്ന സ്ത്രീകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ ബസ്സുകളിൽ യാത്രക്കാരെ കുത്തിനിറക്കുന്ന അവസ്ഥയാണുള്ളത്. തിരക്ക് കാരണം ബസ്സിനുള്ളിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്തതിനാൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ വലയുകയാണ്. ഇത് വലിയ ദുരന്തത്തിന് വഴിവെക്കാനാണ് സാധ്യത. പ്രായമായവരും കുട്ടികളും അടക്കമുള്ളവർ തിരക്കിൽ ശ്വാസം മുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. അടിയന്തര ഘട്ടത്തിൽ ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടായാൽ പോലും ബസ്സിന് പുറത്തെടുക്കാൻ കഴിയാത്ത വിധം ആളുകൾ കുത്തി നിറഞ്ഞിരിക്കുകയാണ്. തിരക്ക് മൂലം പലപ്പോഴും ബസ്സിന്റെ വാതിലടയ്ക്കാൻ കഴിയാറില്ല. ശേഷിയിൽ കൂടുതൽ ആളുകൾ കയറുന്നത് ബസ്സിന്റെ ബ്രേക്കിംഗ് സംവിധാനത്തെയും നിയന്ത്രണത്തെയും ബാധിക്കാനും സാധ്യതയുണ്ട്. താമരശ്ശേരി, മുക്കം, തിരുവമ്പാടി റൂട്ടുകളിലേക്ക് കൂടുതൽ KSRTC ബസ്സുകളെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. സ്റ്റാൻഡിലേക്ക് പോകാതെ പലരും അതത് സ്റ്റോപ്പുകളിലാണ് ബസ് കാത്തിരിക്കുക. എന്നാൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ആളുകളെ കുത്തി നിറച്ചാണ് പല ബസ്സുകളും യാത്ര പുറപ്പെടുന്നത്. അതിനാൽ മറ്റ് സ്റ്റോപ്പുകളിൽ നിർത്തി കാത്തു നിൽക്കുന്ന യാത്രക്കാരെ കയറ്റാൻ കഴിയുന്നില്ല. ഇനി അടുത്ത ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചാൽ എല്ലാ ബസ്സും ഇങ്ങനെ തന്നെ. ഇതുകാരണം ബസ് കിട്ടാതെ സ്ത്രീകൾ ഉൾപ്പെടെ വീട്ടിലെത്താൻ വൈകുന്നു. രാവിലെ ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യാനും ഇതേ പ്രശ്നം തന്നെ അനുഭവിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് പ്രശ്നം കൂടുതലുള്ളത്. ബസ് സർവീസിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവരാണ് വലയുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുകയോ തിരക്ക് നിയന്ത്രിക്കാൻ കൃത്യമായി സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് ആളുകളുടെ ആവശ്യം. അതുമല്ലെങ്കിൽ ഇത്തരം ഭാഗങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകൾക്കും സർവീസ് അനുവദിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. 50 KSRTC ഓർഡിനറി ബസ്സുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി. അത്രയും ആളുകൾ നിന്നും യാത്ര ചെയ്യും. പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതോടെ നിന്ന് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 70-80 ആകെ യാത്രക്കാരുടെ എണ്ണം 140 വരെ ആയെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ ആകെ എണ്ണം 1600